ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൊറോണ സമയത്ത് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ മറന്നു പോകാതെ നേരത്തെ വാങ്ങി വെച്ച് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. കാരണം കൊറോണ ആയതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ ബേബിക്ക് സ്യൂട്ട് ആവില്ല, നല്ല അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അലർജി മാറ്റാനായിട്ട് നമ്മൾ കഴുകിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഈ പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞു നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഒന്നും വാങ്ങി വെക്കില്ലെന്ന്. പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വാങ്ങി വെക്കാതെ നമുക്ക് നിവർത്തിയില്ല കേട്ടോ. കാരണം നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ഹോസ്പിറ്റലിലേക്ക് കയറ്റുക, നമ്മളെ റൂമിലോട്ടൊക്കെ നമ്മൾ കയറ്റുക. അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ച് ഇറങ്ങാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അവർ സമ്മതിക്കില്ല തിരിച്ച് പുറത്തേക്ക് പോകാനായിട്ടൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അവരെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അത്ര സേഫ്റ്റി അല്ല. നമ്മളെപ്പോഴും പുറത്ത് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 375 റുപ്പീസായിരുന്നു. അപ്പോൾ പല മെറ്റീരിയലും പല കടകളിലൊക്കെ പല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ബേബിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് വീട്ടിൽ വന്നാൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് നെറ്റ് കവർ ചെയ്തിട്ടുള്ള ബെഡാണ് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇത് നല്ലൊരു ഉപകാരമാണ്. കാരണം ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കൊതുകിൻ്റെ നല്ല ശല്യമൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ടൊക്കെ ആണെങ്കിലും കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബെഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ സോഫ്റ്റ് കോട്ടൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ മുകളിൽ വേറെ ഷീറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടില്ലെങ്കിൽ കൊച്ചു യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്ന് മുഷിഞ്ഞു പോകും. പിന്നെ ഇത് വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഈട് നിൽക്കുമെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബെഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഇത് 2 മാസം ആയി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ വേഗം ഈട് നിൽക്കില്ല, ഒരുപാട് നാൾ നമുക്കത് ഈട് നിൽക്കത്തില്ല എന്ന് തോന്നുന്നു ഉപയോഗിച്ചിട്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റേ ഷീറ്റ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉള്ള ബെഡ് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 550 റുപ്പീസായിരുന്നു. ഈ ഒരു ബെഡിൻ്റെ കൂടെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടും കട്ടിയില്ലാത്തൊരു ഷീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കീറി പോവുകയും ചെയ്തു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഡ്രൈ ഷീറ്റോ അല്ലെങ്കിൽ വേറെ ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് പിന്നെ വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടിക്ക് എപ്പോഴും ബെറ്റർ ഈ സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും. പക്ഷെ നമുക്കത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫീഡിങ് പില്ലോ ആണ് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് കൂടുതലായിപ്പോയി, ഒരു 600 റുപ്പീസിൻ്റെ ഒക്കെ അടുത്ത് എത്തി. പക്ഷേ എന്നാൽ പോലും നമുക്കിത് ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. കൊച്ചിന് ഫീഡ് ചെയ്യാൻ നേരത്ത് പ്രത്യേകിച്ച് സിസേറിയനൊക്കെ ആണെങ്കിൽ ഇത് ശരിക്കും ഉപകാരപ്പെടും കേട്ടോ. നമ്മുടെ ചെസ്റ്റിന് താഴെയായിട്ട് നമുക്കിത് ഉള്ളിലായിട്ടായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിടത്താൻ പറ്റും. നമുക്ക് കുനിഞ്ഞിരിക്കാതെ തന്നെ നിവർന്നിരുന്ന് കൊച്ചിനെ ഫീഡ് ചെയ്യാനായിട്ട് നല്ല ഉപകാരമാണിത്. ഇത് വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉള്ളൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് വെച്ചാൽ ടർക്കിയാണ്. കൊച്ചിനെ നമ്മൾ കവർ ചെയ്ത് നമുക്ക് റിസീവിങ് ടവലായിട്ട് ഒരെണ്ണം വേണം. പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഒരു 2-3 എണ്ണം നമ്മൾ മേടിക്കണം. കാരണം കൊച്ച് എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടവലിൻ്റെ ആവശ്യം വരും. യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തണുത്തിട്ട് കിടക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ടവൽ ഉപയോഗിച്ചിട്ട് ഇവരെ പൊതിഞ്ഞ് കൊണ്ടുനടന്നാലാണ് ഇവർ രാത്രിയൊക്കെ ആണെങ്കിലും ഒരുപാട് കരയാണ്ട് നമുക്ക് ഉറങ്ങുള്ളൂ. അപ്പോൾ എപ്പോഴും ടവൽ മേടിക്കുമ്പോൾ കനം കുറഞ്ഞ ഒരു 2-3 എണ്ണം മേടിക്കാം. നല്ലത് ഒരെണ്ണം മേടിക്കാം കേട്ടോ. ചില ഹോസ്പിറ്റലിൽ നമുക്ക് കൊച്ചിനെ തരുമ്പോൾ റിസീവിങ് ടവലായിട്ട് അവർ തന്നെ ഒരു ടർക്കിയിൽ പൊതിഞ്ഞിട്ട് തരുവാണ് ചെയ്യണേ. പക്ഷേ ഞങ്ങൾ കണ്ട ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം എക്സ്ട്രാ നല്ലത് നോക്കി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വില കുറഞ്ഞ ടൈപ്പാണ് 3-4 വാങ്ങിയത്. പക്ഷെ അതൊക്കെ നല്ല ഉപകാരപ്പെട്ടു. കാരണം നമ്മൾ പുറത്തേക്ക് പോയി ഇത് അലക്കി ഉപയോഗിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ റൂമിൻ്റെ അകത്ത് തന്നെ കഴുകിയിടായിരുന്നു. പുറത്തേക്കൊന്നും പോയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ഈ ടർക്കി ഒരു 3-4 വാങ്ങിയത് കേട്ടോ.
പിന്നെ സ്നെഗ്ഗിയൊക്കെ യൂസ് ചെയ്യണവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ സ്നെഗ്ഗി ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. നമ്മൾ ആ ലേബർ റൂമിൽ നമുക്ക് കുട്ടീനെ തന്നപ്പോൾ അവർ സ്നെഗ്ഗി വെച്ചിട്ടായിരുന്നു തന്നത്. ആ ഒരെണ്ണേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ, പിന്നെ നമ്മൾ വെച്ചില്ല. പിന്നെ ഡ്രൈ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതും കൊച്ചിന് അത്ര കംഫർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്കിന്നിന് അലർജി വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടർക്കി വാങ്ങിയത് ഉപകാരപ്പെട്ടു. പിന്നെ നമുക്ക് ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ ഡ്രൈ ഷീറ്റ് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ അധികം ഉപയോഗിച്ചില്ല, കാരണം ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് തന്നെ അലർജി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൻ്റെ ആണോയെന്ന് നമുക്ക് അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിച്ചില്ല അധികം. പക്ഷേ ഇപ്പം നമുക്കിത് നല്ല ഉപകാരമാണ്. നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം യൂറിനൊക്കെ പാസ് ചെയ്താലും ഇങ്ങനെ ഒരുപാട് നമ്മുടെ കൊച്ചിൻ്റെ മേത്തൊന്നും ആവുമൊന്നുമില്ല, ഈ ഒരു ഷീറ്റിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിടന്ന് ഉറങ്ങാനും ഒക്കെ സുഖമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഉപകാരപ്പെട്ടു. ഇത് ഞാൻ രണ്ടായിട്ട് കീറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം മുഷിഞ്ഞ് കഴിയുമ്പോൾ ഒരെണ്ണം കഴുകിയിടും, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഒരു 2 എണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. ഒരു വലുതാവുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഡ്രൈ ഷീറ്റ് 300 സംതിങ് ആയിട്ടോ നമ്മൾ വാങ്ങിയത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. ഈ ഫീഡിങ് പില്ലോ, അതുപോലെ തന്നെ റിസീവിങ് ടവൽ, ഇപ്പോൾ ഈ കാണിച്ച ഡ്രൈ ഷീറ്റ്, ഇതൊക്കെ നമുക്ക് കടയിൽ പോയി മേടിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്കിതെല്ലാം ഓൺലൈനിലൊക്കെ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഷീറ്റ് മോഡൽ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുളിപ്പിക്കാനൊക്കെ നേരത്തെ എണ്ണയൊക്കെ തേച്ച് നമുക്കതിൻ്റെ പുറകിൽ കിടത്തുകയും ചെയ്യാം. ഇതും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഉടുപ്പിക്കാൻ വേണ്ടി വാങ്ങിയ തുണിയായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടി വലിയ ടൈപ്പ് തുണിയായിരുന്നെങ്കിൽ നമുക്കിത് ഉടുക്കാൻ എളുപ്പമായിരുന്നു. ഇത് ആൺകുട്ടികൾക്ക് ഇത് അത്ര പറ്റില്ല, പെൺകുട്ടികൾക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ എന്നാലും കുറച്ചുകൂടി വലുതാണെങ്കിലാണ് ഇത് യൂസ് ആവുന്നുള്ളൂ. അപ്പോൾ ഞാനിത് 12 പീസ് 200 സംതിങ്ങിന് വാങ്ങിയതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ടവലൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്കിത് ഉപയോഗിക്കാനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യണില്ല ഈ ഒരു സംഭവം. ഇത് നമുക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ തുണി വാങ്ങിയിട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ വൈറ്റ് വെള്ളമുണ്ട് എടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് പിന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലത് അതാണ്. അപ്പോൾ നമ്മൾക്ക് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ ചെറുതായിപ്പോയി. ഇത് എനിക്ക് ആ ഒരു പൈസ വെറുതെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട്. പിന്നെ ഞാൻ വാങ്ങിയത് വൈറ്റ് കളറാണ് ഞാൻ ബുക്ക് ചെയ്തതൊക്കെ, പക്ഷേ കിട്ടിയത് ഈ കളറിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു മിസ്റ്റേക്കായിരുന്നു. പിന്നെ നമ്മൾക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫേസ് ടവലാണ്. നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അവർ കക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസൊക്കെ തുടച്ച് കളയാനൊക്കെ ആയിട്ട് വാങ്ങിയതാണ്. ഇതൊരു 6 എണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു പീസിൽ. 200 സംതിങ് തന്നെയായിരുന്നു ഇത്. ഇതും ഓൺലൈനിൽ കിട്ടും, പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നല്ലൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമുക്ക് കുട്ടികൾ വലുതാവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം പുറത്തൊക്കെ പോണ സമയത്ത് നമുക്കിത് കൊണ്ടുപോകാനും ഒക്കെ, ഹോസ്പിറ്റലിൽ പോണ സമയത്തൊക്കെ കൊണ്ടുപോകാനും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണത്. പിന്നെ ഞാൻ വാങ്ങിയത് ഡയപ്പറാണ്, റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം സ്നെഗ്ഗിയൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പർ വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. അതാണ് കുട്ടികൾക്ക് കുറച്ചും കൂടി സേഫ്റ്റി. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പാഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം ഓഫറിലുള്ള 2 എണ്ണമാണ് വാങ്ങിയത്. അപ്പോൾ 2 പാഡും 2 ഡയപ്പറുമാണ്. പിന്നെ നമുക്ക് ഈ ഡയപ്പർ നനഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കട്ടിയിൽ തുണി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും ഈ സ്നഗ്ഗി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത്. ഇത് പൈസ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 600 സംതിങ് ആയെന്ന് തോന്നുന്നു 2 എണ്ണത്തിനും കൂടെ. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഇത് ഓൺലൈനിൽ നിന്ന് എടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഞാൻ തുണി തന്നെ ഉടുപ്പിക്കുകയാണ് കൊച്ചിന്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഉപകാരമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങി വെച്ചെന്നുള്ളൂ. പിന്നെ കൊച്ചിൻ്റെ സോപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങി. അത് 40 രൂപയുടെ ഒരു ബോക്സാണ്. പിന്നെ ഞാൻ വാങ്ങിയത് മീമിയുടെ ബഡ്സാണ് കേട്ടോ. കുറച്ചും കൂടെ കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള ബഡ്സാണ്. പക്ഷേ ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കരുതെന്നാണ്, കുട്ടികൾക്കെന്ന് തന്നെയല്ല വലിയ ആൾക്കാർക്കും ബഡ്സ് ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ണെഴുതാനാണ് കൂടുതലും ബഡ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയേക്കുന്നത് ക്യാപ്പും അതുപോലെ തന്നെ കൈമിടുന്ന ഗ്ലൗസും
കാലുമ്മ ഇടാനായിട്ടുള്ള സോക്സൊക്കെ ആയിട്ടുള്ള 2 സെറ്റാണ് വാങ്ങിയത്. ഇതൊരു 200 സംതിങ് ഒക്കെ വന്ന 2 ഞാൻ വാങ്ങിയത്. രണ്ടും കൂടി 200 സംതിങ് ഒക്കെ ആയി. ഇതും നല്ല ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം കൊച്ചിനൊക്കെ നല്ല തണുപ്പായിരിക്കും. അവർ ജനിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ അവർ കരയൊന്നുമില്ല. കൂടുതലും കുട്ടികൾ കരയണത് അവർക്ക് തണുപ്പൊക്കെ സഹിക്കാൻ പറ്റാണ്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു പരിധി വരെ നമുക്ക് ഹെൽപ്പാണ്. തണുപ്പ് കൂടുതലുള്ള വീടുകളിലും ഒക്കെ ഇത് നല്ല ഉപകാരമാവും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഉപകാരമായിരുന്നു. കൊച്ചിനെ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് ഇട്ട് കൊടുത്താലാണ് നല്ല സുഖമായിട്ട് ആൾ ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഓൺലൈനിലും നല്ല ഓഫറിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബാത്ത് ടവലാണ് കേട്ടോ. ഇത് ഒരു 80 രൂപയൊക്കെ വന്നിട്ടുള്ളൂ. നല്ല ഒരു കോട്ടൺ ആയിട്ടുള്ള നല്ല ഒരു മെറ്റീരിയലായിരുന്നു. ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചും ആവശ്യമാണ്. കാരണം അവർ രാവിലെ കൊച്ചിനെ തുടപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഇതൊക്കെ വാങ്ങി വെക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് ഹാൻഡ് സാനിറ്റൈസറാണ്. അപ്പോൾ മീമിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. കാരണം നമ്മൾ കുട്ടീനെയൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ പ്രൊഡക്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് സാനിറ്റൈസർ മീമിയുടെയാണ് വാങ്ങിയത്. ഇത് 100 രൂപയായിരുന്നു ഈ ഒരു ബോട്ടിലിന്. നമുക്ക് ഹോസ്പിറ്റലിൽ എന്തായാലും ഇത് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് നെയിൽ കട്ടറാണ് കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെയൊക്കെ നഖം നന്നായിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്നെ അവരുടെ കണ്ണിലും മൂക്കിലും മുഖത്തൊക്കെ ഇട്ട് ഇങ്ങനെ വരയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ നഖമൊക്കെ വെട്ടിക്കൊടുക്കണം. അപ്പോൾ സാധാരണ കടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കുക. എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു 80 രൂപ വരുന്ന ഒരു നെയിൽ കട്ടറായിരുന്നു. പക്ഷേ അത് കുറച്ച് വലുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിട്ട് വേണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലും ചെറിയ നെയിൽ കട്ടർ വാങ്ങിയിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തത്. തീരെ ചെറിയ നെയിൽ കട്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരുപാട് റേറ്റൊന്നും ആവില്ല. 20-30 രൂപക്കൊക്കെ നമുക്കത് കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നെയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അവർ വായിലോട്ടൊക്കെ വിരൽ കൊണ്ടുപോവുകയും കണ്ണിലൊക്കെ കുത്തി കണ്ണൊക്കെ പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും വാങ്ങണം. പിന്നെ ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ നമുക്ക് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റാണ് കേട്ടോ. ഇത് തീരെ നൈസായിട്ടുള്ള ഒരു ഷീറ്റാണ്, ഒട്ടും കട്ടിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കൊച്ചിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കിടത്താം. അതിന് ശേഷം കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നു അത്. ഇത് ഒരുപാട് റേറ്റൊന്നുമില്ല, 100 രൂപ അത്രയൊക്കെ ആയുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയത് ഹിമാലയയുടെ ഗിഫ്റ്റ് പാക്കായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് നമുക്കിത് നല്ലത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് മേടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. മീമിയുടെ ബ്രെക്ടലി, സെബാമെഡിൻ്റെ, അങ്ങനെ പല കമ്പനി ഉണ്ട്. ജോൺസൺ, ഹിമാലയ, ഏതാണെങ്കിലും നമുക്ക് സജസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെപ്പറേറ്റ് മേടിക്കുക. ഇതിപ്പോൾ 200 രൂപയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുള്ളൂ. കുപ്പിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് നിറച്ചിട്ടുണ്ടെന്ന്. പക്ഷേ കുപ്പിയിലും അപ്പടി ഏറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു അത്ര നന്നായിട്ട് തോന്നിയില്ല ഗിഫ്റ്റ് പാക്ക്. ഇതിൽ ലോഷനും പൗഡറും അതുപോലെ തന്നെ സോപ്പുണ്ട്, പിന്നെ ഷാമ്പു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേബി മസാജ് ഓയിലും ഉണ്ടായിരുന്നു. പിന്നെ റാഷ് ക്രീം ഇല്ല. ഈ നമ്മൾ സ്നെഗ്ഗിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് മേടിച്ചു. എപ്പോഴും നമ്മൾ എന്താ പറയുക, സെപ്പറേറ്റ് മേടിക്കുക. വലിയ കുപ്പിയൊക്കെ മേടിച്ചാൽ അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് ചുമ്മാ എയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയത് ഡയപ്പറാണ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യം വരുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാമ്പേഴ്സിൻ്റെ ന്യൂ ബോൺ ബേബിയുടെ ആയിരുന്നു വാങ്ങിയത്. ഇത് ഞാൻ ആമസോണിൽ നിന്നായിരുന്നു മേടിച്ചത്. നമുക്ക് 345 രൂപയായി ഷിപ്പിംഗ് ചാർജൊക്കെ കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഹോസ്പിറ്റലിൽ ആവശ്യം വന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരു പാക്കറ്റ് സ്നഗ്ഗി അവർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് അത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഹോസ്പിറ്റലിലേക്ക് അത് ആവശ്യം വന്നില്ല. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ കൊച്ചിന് മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ ലൈറ്റിൽ കിടത്തണമെങ്കിൽ ഞാൻ കണ്ട ഹോസ്പിറ്റലിൽ സ്നഗ്ഗി ഒടിപ്പിച്ചിട്ട് വേണമായിരുന്നു കിടത്താനായിട്ട്. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും കരുതി വെച്ചേക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് വൈപ്സ് ആയിരുന്നു കേട്ടോ. ലിറ്റിൽസ് എന്നും പറഞ്ഞിട്ട് അത് ഓഫറിലുള്ളതായിരുന്നു വാങ്ങിയത്, 2 എണ്ണം. ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 205 അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ്. കൊച്ച് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മഷിയൊക്കെ ഇടുന്ന സമയത്ത് ശരിക്കും കറുത്തിട്ടായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ തുണി വെച്ച് തുടച്ചാലും ശരിക്കും പോവില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് ആൽക്കഹോൾ ഫ്രീ ആണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് എപ്പോഴും ഉപയോഗിക്കണമെന്നും അത്ര സ്കിന്നിന് നല്ലതൊന്നുമല്ല. ഇടയ്ക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നല്ലതാണത്. ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ന്യൂ ബോൺ ബേബി ആകുമ്പോൾ തന്നെ നമ്മളെപ്പോഴും വെള്ളമൊഴിച്ച് കഴുകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഉപകാരമാണത്. അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് പൗഡറൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതൊരു 50 രൂപയൊക്കെ വന്നാൽ ഒരെണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ജെമിക്കൽ സ്പ്രേ ആയിരുന്നു കേട്ടോ. അത് നമുക്ക് കഴുകാൻ പറ്റാത്ത പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ബെഡിലും നമ്മൾ കിടക്കുന്നത് ഉപയോഗിക്കുന്നിടത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഈ കൊറോണ സമയം ആയതുകൊണ്ട് വാങ്ങിയതാണ്. അതും നല്ല ഉപകാരമായിരുന്നു. ഞങ്ങളതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ റൂമിലോട്ട് കയറൊക്കെ ചെയ്തത്. കാരണം അതിന് മുന്നേ പേഷ്യൻസൊക്കെ കിടന്നതായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതായിരുന്നു. അതും 100 അത്രയും സംതിങ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിയത് ഒരു ഡിറ്റർജൻറ്റ്, മീമിയുടെ തന്നെ ഒരു ഡിറ്റർജൻറ്റായിരുന്നു മേടിച്ചത്. അപ്പോൾ നമ്മൾ സെബാമെഡിൻ്റെ മേടിക്കണം എന്നാണ് വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാൻ പോയ ഷോപ്പിൽ സെബാമെഡിൻ്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ് സെബാമെഡിൻ്റെയൊക്കെ നല്ല ഓഫറിൽ നെറ്റിൽ കിട്ടും, കടയിൽ നിന്ന് മേടിക്കുന്നതിലും നല്ലത് അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മീമിയുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കത് വാങ്ങാനായിട്ട്. ഈ ഡിറ്റർജൻറ്റ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ബേബിയുടെ ക്ലോത്ത്സൊക്കെ നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലതാണ് അവർ പറഞ്ഞത്. കൊച്ചിൻ്റെ സ്കിന്നിനൊക്കെ നല്ലതാണ്, പെട്ടെന്ന് അലർജികളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 300 ഒക്കെ ആയി ഇതിൻ്റെ റേറ്റ്. 300 ഒക്കെ ആയെന്ന് വിചാരിച്ചാലും നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാം. കാരണം ഇതിന് നല്ല പതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡ് ഇതിൻ്റെ എടുത്താൽ മതി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 6-9 മാസത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഒലിവറിൻ്റെ ബെഡ് കവറാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇടുന്ന ബെഡ് ഷീറ്റാണ്. അപ്പോൾ ഇത് നൈസായിട്ടുള്ള റബ്ബറിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇത് 600 സംതിങ് ഒക്കെ ആയി. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് നാൾ, കുട്ടികൾ വലുതായാലും നമുക്കത് ഉപയോഗിക്കാം. കിടന്ന് യൂറിൻ പാസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ വളരെ ഹെൽപ്പാണ്. നമ്മുടെ ബെഡൊക്കെ മോശമായി പോവാതിരിക്കാൻ നല്ലതാണ്. ബെഡിൻ്റെ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് കറക്റ്റ് സൈസ് പറഞ്ഞാലാണ് നമുക്ക് കിട്ടുള്ളൂ. കാരണം പല ബെഡിനും പല സൈസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും നീളവും വീതിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെന്ന് ബുക്ക് ചെയ്തിട്ട് വാങ്ങാണ് ഇത് ചെയ്തത്. അത് ഞാൻ മദർ ടച്ച് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് ഓൺലൈനിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. ഇത് ശരിക്കും ഹെൽപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് കെട്ടുടുപ്പാണ്. ഞാൻ വൈറ്റ് ഒരു 2-3 എണ്ണം അതുപോലെ തന്നെ കളറിൻ്റെയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കൊച്ചിനെ ഇടിയിപ്പിക്കാനൊക്കെ ആയിട്ട് വൈറ്റ് എടുക്കാം. ഇത് ഒരുപാട് റേറ്റുള്ള ടൈപ്പൊന്നുമല്ല, 30 രൂപ ഒക്കെ വരുന്ന കെട്ടുടുപ്പാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ കഴുകിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കഴുകാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഞാൻ ടർക്കിയും അതുപോലെ തന്നെ എല്ലാം തന്നെ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ബേബി സോപ്പാണ് കേട്ടോ. അതും മീമിയുടെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീമിയുടെ ആ സോപ്പിന് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്. എല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ എന്താ പറയുക, ഡെലിവറിക്ക് പോകാനിരിക്കുന്ന സ്ത്രീകൾ ഇതെല്ലാം വാങ്ങി വാഷ് ചെയ്ത് എടുത്തു വെച്ചേക്കാം. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം വാങ്ങണം, അതുപോലെ തന്നെ ഡെലിവറിക്ക് പോകുമ്പോൾ ഇതിൽ എന്തെല്ലാം കൊണ്ടുപോകണം, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.